പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് അലി പഴയിലക്കടി. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ആൾക്കാർ വഴുക്കി വീണതേ ചെരുപ്പിൻ്റെ അടിയിൽ ഗ്രിപ്പില്ലായിട്ടാണ്. അപ്പോൾ ചെരുപ്പിൻ്റെ അടിയിൽ ഗ്രിപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയക്കുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ചെറിയ പേസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഓയിൻമെൻറ്റിൻ്റെ ഒക്കെ ചെറിയ ട്യൂബ് എടുക്കുക. 100 ഗ്രാമൊന്നും പറ്റില്ല, 50 ഗ്രാം 20 ഗ്രാമിൻ്റെ ഒക്കെ ട്യൂബിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുക. 2 എണ്ണം ആവശ്യത്തിനാണ്. പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നെക്ക് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയത് ഒട്ടിക്കാനാണ്. ആ നെക്ക് അതിൽ കണ്ട് ഇറക്കി വെക്കുക. എന്നിട്ട് കുറച്ച് പശ വെക്കുക. വുഡ് ഫില്ലാണ് പശ, ഫെവിക്കോളിൻ്റെ. 10-60 ഉറുപ്പ്യ വരും. ഒരു ട്യൂബ് വാങ്ങി വെച്ചാൽ കുറേ കാലത്തിന് വീട്ടിൽ ഉപയോഗിക്കാം. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടുന്ന സാധനമാണ്. വിരലുകൾ തമ്മിലും കൂടി ഒട്ടിപ്പോണ സാധനമാണ്. ഇനി ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെക്കുക. കാരണം അതിൻ്റെ വാറ് ഒട്ടിക്കുമ്പോൾ വാറ് ചോട്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ട് നീളം കുറവാതിരിക്കാനാണ്. വാറിൽ കുറച്ച് പശ തേച്ചിട്ട് ഒരു 10 സെക്കൻഡ് അതിൽ അമർത്തി പിടിച്ചാൽ മതി. വാറ് ഒട്ടിപ്പിടിച്ചു. ചെരുപ്പിൻ്റെ അടി തേഴുമ്പോഴാണ് നമ്മൾ വഴുക്കി വീണത്. ഇത് വേറൊരു ചെരുപ്പിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിപ്പോയതാണ്, കണ്ട. അതവിടെ വെച്ച് ഒട്ടിച്ച് കാണിക്കുമ്പോൾ സമയം ഒരുപാടാവും. 2 വാറ് ഒട്ടിക്കൽ കഴിഞ്ഞു. ഇനി അടിയിൽ ചോട്ടിൽ നമുക്ക് ഗ്രിപ്പ്, സൈക്കിൾ ടയറിൻ്റെ 2 കഷ്ണം. പഴയ സൈക്കിൾ കടയിൽ പോയാലേ സൈക്കിൾ ടയറിൻ്റെ കഷ്ണമാക്കിയിട്ട് ആ ഷേപ്പിനാണ്ട് കട്ട് ചെയ്യുക. സൈക്കിൾ ടയർ ഒരിക്കലും തേയില്ല, കുറേ കാലത്തിനാവും ഇതിനാണ്ട് ഫിറ്റ് ചെയ്താൽ. ഒരു 10 സെക്കൻഡ് കണ്ട് ഒട്ടിച്ച് പിടിച്ചാൽ അടിഭാഗം തേയില്ല. ഒരിക്കലും തേയാത്തൊരു സാധനം സൈക്കിൾ ടയർ. എത്ര കൊല്ലങ്ങൾ നിൽക്കും നമ്മൾ സൈക്കിൾ ടയറൊക്കെ വാങ്ങുമ്പോൾ. ആൾക്കാരുടെ വീട്ടിലൊക്കെ സൈക്കിൾ ടയർ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇവിടുന്നേക്ക് വാങ്ങുന്നുണ്ടോ. ഓക്കെ, ഇനി വഴിക്കൂല, കുറേ കാലത്തിന് ചെരുപ്പാവുകയും ചെയ്ത്. കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവർ ഗുഡ് ബൈ.